വണക്കം വന്ദനം നമസ്കാരം. ഞാൻ ശരത് രമേശ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ ശ്രീ ആർ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്ത രീതിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ ഒരുപാട് പേർ കണ്ടു, ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. നന്ദി. അതിൻ്റെ ഒരു തുടർ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഈ വീഡിയോയും കണക്കാക്കാം. കഴിഞ്ഞ ദിവസം ആർ സുഗതനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വിവിധതരം ചർച്ചകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ, പ്രധാനമായിട്ടും ആർ സുഗതൻ പ്രദാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ വി രാജേഷും തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജെയിനും എല്ലാം തന്നെ ആർ സുഗതനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടത്തി തങ്ങൾ ആർ സുഗതനൊപ്പമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പുറത്ത് കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള, അതായത് വി ഡി സതീശൻ സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി കുറച്ച് ഒരു വ്യക്തത ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് ഇഷ്ടമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നും ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പും മന്ത്രിയും ഉണ്ട് എന്നൊരു തോന്നൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ കൊണ്ടുവരാൻ ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ മുതിർന്ന കോൺഗ്രസ് നേതാവിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആർ സുഗതന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ടുകൾ ഒരുപക്ഷെ ശരിയല്ലായിരിക്കുമോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച പോലെ ഒരു ഗുണ്ടയെ പിടിക്കാൻ വേണ്ടി പോലീസ് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസ് തന്നെ അഭിനന്ദിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തി. ആ പോലീസുകാരനെ അഭിനന്ദിക്കുകയാണോ സാർ വേണ്ടത്? ആരാണ് ആ പോലീസുകാരൻ? വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഉള്ള CIയും SIയും ആരാണെന്നും അവരുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അവരുടെ വ്യക്തി താല്പര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ തന്നെ പോലീസിന്റെ കയ്യിൽ അതിന്റെ അന്വേഷണ റിപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പോലീസ് വകുപ്പിനെയും അതുപോലെ തന്നെ സേനയെ മൊത്തത്തിൽ കളങ്കതപ്പെടുത്തുന്ന ഈ പോലീസുകാർക്ക് ആഭ്യന്തരമന്ത്രി ഒരിക്കലും പിന്തുണ നൽകരുത് എന്നതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ആഭ്യന്തര വകുപ്പിന്റെയോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയോ മൊത്തം കുറ്റമൊന്നുമല്ല കഴിഞ്ഞ ദിവസം ആർ സുഗതന്റെ വീട്ടിൽ നടന്ന അതിക്രമം. അത് ചില പോലീസുകാരുടെ, നോട്ട് ദ പോയിന്റ്, ചില പോലീസുകാരുടെ വ്യക്തി താല്പര്യങ്ങൾ മാത്രമാണ്. അതേ സമയത്ത് തന്നെ ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം തന്നെ വന്നിട്ടുണ്ട്. അത് വട്ടിയൂർക്കാവിന്റെ നിലവിലെ MLAയും ആരോഗ്യ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ K മുരളീധരന്റേതാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ വെടിവെച്ച് കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ അങ്ങനെ പറയണമെങ്കിൽ അതാണ് ഒരുപക്ഷെ നമ്മുടെ ആഭ്യന്തരമന്ത്രി കൂടുതൽ ചെവി കൊള്ളേണ്ടത്. കാരണം വട്ടിയൂർക്കാവിന്റെ ഗ്രൗണ്ട് അറിയാവുന്ന, വട്ടിയൂർക്കാവിന്റെ പൾസ് അറിയാവുന്ന, വാഴോട്ടുപുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാവുന്ന, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന അങ്ങനെ ഒരു MLAയും നിലവിലെ മന്ത്രിയായിട്ടുള്ള ശ്രീ K മുരളീധരൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രതിക്ക് നേരെ കാപ്പ ചുമത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പ്രതിയുടെ വീട്ടിൽ ചെന്ന് ആകാശത്തെ വെടിവെച്ച് അദ്ദേഹത്തെ പിടികൂടുമ്പോൾ ഒരുപാട് ക്രൈറ്റീരിയസ് ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസുകാർ ഉറപ്പാക്കണം. ഇതിലെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ വട്ടിയൂർക്കാവിലെ പോലീസുകാർ എന്നുള്ളത് ശ്രീ രമേശ് ചെന്നിത്തല അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആ വീട്ടിൽ കടന്നു ചെല്ലുന്ന സമയത്ത് വനിതാ പോലീസുകാരുണ്ടായിരുന്നോ? സ്ത്രീകളടക്കമുള്ള ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ വനിതാ പോലീസുകാരില്ലാതെ എങ്ങനെ അതിക്രമിച്ച് കയറാൻ പോലീസിന് സാധിച്ചു? ഈ ചോദ്യങ്ങളുടെ ഉത്തരം അദ്ദേഹം നൽകണം. ഇപ്പൊ ഒരു വധശ്രമ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ ആർ സുഗതന് നേരെ ഇപ്പോൾ ഇങ്ങനൊരു അന്വേഷണവും കേസും ഒക്കെ ഉണ്ടാവുന്നത്. ആ വധശ്രമം എന്ന് പറയുന്ന ആരോപണം, ആ ആരോപണം നടന്നു വെള്ളയക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അവിടുത്തെ നാട്ടുകാർ തന്നെ സുഗതനെ, അതായത് അവരുടെ കൗൺസിലിനെ പിന്തുണച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഒക്കെ പുറത്തു വരുന്നുണ്ട്, അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് സുഗതൻ ആക്രമിച്ചു എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ ചില പൂർവ്വകാല വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. വെട്ടുകത്തിയും എടുത്തുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട്, ആ വീഡിയോ ഇതിൻ്റെ കൂടൊപ്പം ചേർക്കാൻ സാധിക്കില്ല, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പ്രശ്നം ഉള്ളതുകൊണ്ട്, വെട്ടുകത്തി എടുത്തു വെച്ച് ചീത്ത വിളിച്ചുകൊണ്ട് ആളുകളെ ആക്രമിക്കാൻ പോകുന്ന അങ്ങനെ ഒരാളുടെ വീഡിയോയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ കേസിന്റെ പിറകിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് ഒരു വ്യക്തിക്കെതിരെ ഒരു പോലീസ് സേനയിലെ ചിലർ നടത്തുന്ന നീക്കങ്ങൾ അന്വേഷിക്കണം, കണ്ടെത്തണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും സത്യത്തിന് കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൽക്കില്ലേ?